മീനച്ചൽ ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ബിജു പാല. എല്ലാവരും ആഗ്രഹിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. എല്ലാവരും വീട് നോക്കുവാനൊക്കെ ആയിട്ട് വരുമ്പോൾ ആഗ്രഹിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. നല്ല റെസിഡൻഷ്യൽ മേഖലയായിരിക്കണം. മറ്റു ഫാക്ടറികളോ അല്ലെങ്കിൽ ഒരു മോശം അലമ്പ് ഏരിയ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെയുള്ള ഏരിയയിലൊന്നും ആവരുത്. അത് ഇവിടെയുണ്ട്. രണ്ട് ഹൈവേയിൽ നിന്നുമായിട്ടുള്ള ദൂരം, അത് നമുക്ക് നടന്നു പോയി ബസ്സിൽ കയറാനൊക്കെ പറ്റുന്നത്. എല്ലാവർക്കും സ്വന്തം വാഹനമൊക്കെ ഉള്ളവരായിരിക്കും. എങ്കിലും ഒരു വണ്ടി ഒരു ദിവസം വർക്ക്ഷോപ്പിൽ കയറ്റി നമുക്ക് നടന്നു പോയി ബസ്സിൽ കയറി ജോലിക്ക് പോകണം, അല്ലെ കടയിൽ പോയി നടന്നു പോയി സാധനം മേടിക്കണം. എപ്പോഴും ഈ പെട്രോളിനും ഡീസലിനൊക്കെ എന്താ വില. അപ്പോൾ എന്ന് നമുക്ക് കടയിൽ പോയി സാധനങ്ങൾ എടുക്കാനോ മേടിക്കാനൊക്കെ എപ്പോഴും വാഹനമായിട്ട് പോകേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ കടയിൽ പോയി സാധനം മേടിക്കാനൊക്കെ ആയിട്ട് ഏറ്റവും അടുത്ത് വേണം, ഹൈവേയിൽ നിന്ന് തൊട്ടടുത്ത്. അതുപോലെ ഉള്ള എല്ലാ സൗകര്യങ്ങളും ആഗ്രഹിക്കുന്നവരുണ്ട്. റൂഫ് ചെയ്ത വീടായിരിക്കണം. പാലായിലേക്ക് വീട് മേടിക്കാൻ വരുന്നവരെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. കേരളത്തിൽ തന്നെയുള്ള വീട് റൂഫ് ചെയ്ത കേരള സ്റ്റൈലിൽ വീടുകൾ ഈ പാലായിലേ ഉള്ളൂ എന്ന് കൊല്ലത്തുനിന്നും തിരുവനന്തപുരത്തു നിന്നും കാസർഗോഡ് നിന്നും എല്ലാ ഏരിയയിൽ നിന്നും വരുന്നവർ പറയാറുണ്ട്. പാലായുമായിട്ട് ഒരു ബന്ധവുമില്ലാത്തവർ പാലായിൽ വന്ന് വീട് മേടിച്ച് താമസിക്കാൻ വരുന്നുണ്ട്. കാരണം വീടിന്റെ ക്വാളിറ്റി ഭയങ്കര ക്വാളിറ്റി തന്നെയാണ് പാലായിലെ. ഒപ്പം നമുക്ക് പാലായിൽ ജീവിക്കാനായിട്ട് ഏറ്റവും നല്ല ജനങ്ങൾ, നല്ല രാഷ്ട്രീയ വഴക്കുകൾ ഇന്നുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുപോലെ മതങ്ങൾ തമ്മിലുള്ള സ്പർദ്ധകൾ ഇന്നുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മോഷണമോ പിടിച്ചുപറിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്രിമിനൽ കാര്യങ്ങളിലും അറിയപ്പെടുന്ന രീതിയിൽ ചെറിയ ചെറിയ കേസുകെട്ടുകൾ പോലും ഇല്ല എന്നെനിക്ക് പറയേണ്ടതായിട്ട് വരും. കാരണം ഞാനൊക്കെ എപ്പോഴും പാലായിക്കൂടെ നടക്കുന്നത്, നമുക്കൊക്കെ അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഒരിക്കലും ആരും പറഞ്ഞ പോലും കേട്ടിട്ടില്ല. അത്രയ്ക്ക് ശാന്തതയോടുകൂടി ജീവിക്കാൻ പറ്റുന്ന ഈ പാലായിൽ ഹൈവേയിൽ നിന്നും വെറും 200 മീറ്റർ ദൂരം കയറി 2100 സ്ക്വയർ ഫീറ്റ് വീട് 1 കോടി രൂപ ചോദിക്കുന്നു. നെഗോഷ്യബിൾ ആണ്, ലോൺ സൗകര്യങ്ങളിൽ ലഭിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയുടെ ദൃശ്യങ്ങളിലേക്ക്, വീടിന്റെ അകത്തെയും പുറത്തെയുമായ ദൃശ്യങ്ങളിലേക്ക് പോകാം. മീനച്ചൽ ഹോംസിൻ്റെ പുതിയ വീഡിയോ ഇതാ. ഒരു ഗംഭീരമായിട്ടുള്ളൊരു വീടിൻ്റെ മുന്നിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു വന്നിരിക്കുക. ഇത് പണി ജസ്റ്റ് അങ്ങ് ഫിനിഷ് ആയതേ ഉള്ളൂ. ഒരു നല്ല അടിപൊളി വീടാണ്. കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. നല്ല മുറ്റവും സൗകര്യങ്ങളുമുള്ള 11 സെൻറ്റ് സ്ഥലത്തിൽ 2100 സ്ക്വയർ ഫീറ്റുള്ള നല്ല ഒരു അടിപൊളി വീട് തന്നെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് വരുമ്പോൾ തന്നെ ഇതുണ്ട്, മതിൽ സഹിതം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ല വ്യൂ പോയിൻ്റ് ഉള്ള നല്ലൊരു സ്ഥലമാണ് എന്ന് തന്നെ നമുക്ക് തോന്നും. നല്ലൊരു ടാർ റോഡ് ഫ്രണ്ടേജ് ആണ്. ഹൈവേയിൽ നിന്നുള്ള ദൂരം എന്ന് പറയുന്നത് എയർ ഡിസ്റ്റൻസ് പറയുകയാണെങ്കിൽ ഒരു 100 മീറ്റർ താഴെ പറയുള്ളൂ. നമ്മൾ റോഡ് മാർഗം വരുമ്പോൾ ഒരു 200 മീറ്റർ ദൂരം തോന്നിക്കും. കാർ പോർച്ച് സെപ്പറേറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുക. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന കാർ പോർച്ചിൻ്റെ ഒരു വ്യൂ ആണ് നമ്മളിപ്പോൾ കാണുക. ഇവിടെ നിന്ന് നമ്മൾ നേരെ വീടിനകത്തേക്ക് കയറുകയാണ്. ഗേറ്റ് കടന്ന് നമ്മൾ മുറ്റത്തേക്ക് കയറുകയാണ്. നല്ല വലിപ്പമേറിയ ഗേറ്റ്. ഈ ഗേറ്റ് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് തുടക്കത്തിൽ നമുക്ക് തോന്നിക്കുക. പക്ഷേ അകത്തോട്ട് കയറുമ്പോൾ ഓരോന്നും ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് തോന്നും. ഇതെല്ലാം നല്ല ഒരു നാച്ചുറൽ സ്റ്റോണുകളിട്ട് ചെയ്തിട്ടുണ്ട്. മുറ്റമെല്ലാം അതിൻ്റെ ഇടയിൽ കൂടെ ഗ്രാസ് വയ്ക്കാനായിട്ടുള്ളതാണ്. അത് ചെയ്ത് കഴിഞ്ഞതേ ഉള്ളൂ. ചെയ്യുന്നതിന് മുൻപ് തന്നെ നല്ലൊരു വീടായതുകൊണ്ട് നമ്മളത് ചെയ്യുന്നതിന് മുൻപ് തന്നെ പോയി വീഡിയോ എടുത്തു എന്നുള്ളതാണ്. കാരണം അവർ ഉടമസ്ഥൻ പറഞ്ഞതായിരുന്നു ഇതിങ്ങോട്ട് കഴിഞ്ഞിട്ട് എടുത്താൽ മതി എന്നുള്ളത്. പക്ഷേ നമുക്ക് എത്രയും പെട്ടെന്ന് മീനച്ചൽ ഹോംസിൻ്റെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഈ വീടിനെ എത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൊണ്ട്, കാരണം അത്രയ്ക്ക് നല്ല രീതിയിലാണ് പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുക. നമ്മൾ ആത്മാർത്ഥമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പണിയാണ് ചെയ്തിരിക്കുക എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പറയുക. അത്രയും നല്ല ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള പണികളാണ് ചെയ്തിരിക്കുക. മുറ്റത്തെ ഗാർഡനിങ് ആവട്ടെ, സ്റ്റോൺ വർക്ക് ആവട്ടെ, അല്ലെങ്കിൽ കാർ പോർച്ചിൻ്റെ പണികളാവട്ടെ, പില്ലറിലൊക്കെ ഒട്ടിച്ചിരിക്കുന്ന ക്ലാഡിംഗ് ടൈലുകളാവട്ടെ, എന്തും ആദ്യമേ ഇപ്പോൾ ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്കും അത് തോന്നിയിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നു. ഏതായാലും ഇനി വീടിൻ്റെ അകത്തേക്ക് നമുക്ക് കയറണം. അപ്പോൾ ഈ സൈഡും കൂടെ ഒന്ന് കാണാം. കിച്ചണിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, അവിടെയും നല്ല മുറ്റമാണ് കൊടുത്തിരിക്കുക. നല്ല ടെക്സ്ചർ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഡിസൈൻ വർക്കോട് കൂടിയുള്ള നല്ല ടെക്സ്ചർ വർക്കുകൾ. റൂഫ് വർക്ക് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് റൂഫ് വർക്ക് ചെയ്തിരിക്കുക. കേരള സ്റ്റൈലുള്ള വീടാണ്, കേരള തനിമയുള്ള വീടാണ്. ഈ വീടിൻ്റെ സ്ഥലത്തിന് ഇങ്ങോട്ട് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 1 കോടി രൂപ നെഗോഷ്യബിൾ എന്നുള്ളതാണ്. 1 കോടി രൂപ ചോദിക്കുന്നു എന്നുള്ളതാണ് ഈ വീടിൻ്റെ. അപ്പോൾ ഇനി നമുക്ക് വീടിനകത്തേക്ക് കയറാം. വീടിൻ്റെ ഏതായ കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. മുറ്റം ഗംഭീരമാണ്. ഇതാണ് കിണർ. ഒരിക്കലും പറ്റാത്ത കിണർ. വെള്ളമുണ്ട്. വെള്ളപ്പൊക്ക ഭീഷണികൾ ഒട്ടുമില്ല.
അപ്പോൾ പുതിയ വീടാണ്, ജസ്റ്റ് ഫിനിഷ് ചെയ്തതുള്ളൂ. ഞാൻ പറഞ്ഞ മുറ്റത്തെ ഗ്രാസൊക്കെ ഒന്നും കൂടി വയ്ക്കാനായിട്ടുള്ളതാണ്. അതൊക്കെ സ്റ്റോണിന് ഇടയ്ക്കൂടെ ഉള്ളത്, അതൊക്കെ വെച്ച് ഫിനിഷ് ചെയ്തില്ല. അതിന് മുൻപ് തന്നെ നമ്മൾ വീഡിയോ എടുത്തു. അപ്പോൾ ഇത് നമ്മുടെ ഒരു കുറച്ച് ഗാർഡനിങ്ങിൻ്റെ ആണ്. സിറ്റ് ഔട്ടിനോട് സമീപത്തൊക്കെ നല്ലൊരു ഗാർഡനിങ് കാര്യങ്ങളൊക്കെ ആക്കി ചെയ്തിട്ടുണ്ട്. അകത്തേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ നമുക്ക് ഈ ഫ്രണ്ടിൽ സിറ്റ് ഔട്ടിൽ നിൽക്കുമ്പോഴത്തെ നമ്മുടെ ഒരു വ്യൂ ഒന്ന് നോക്കാം. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ ഇതാണ് നമ്മുടെ കാർ പോർച്ച്. അതുപോലെ തന്നെ നമ്മൾ ഇനിയും വീടിനകത്തേക്ക് കയറുകയാണ്. ഇതാണ് ഈ കാർ പോർച്ചിന് സമീപത്തുള്ള നല്ലൊരു ഗാർഡന്. മൊത്തം ഗാർഡനിങ് നമ്മൾ ഈ വീടിൻ്റെ മുറ്റത്തേക്ക് കയറി കഴിയുമ്പോൾ നമുക്ക് ആദ്യം കിട്ടുന്ന ഒരു പോയിൻ്റ് ഉണ്ടല്ലോ ഗാർഡനിങ്ങിൻ്റെ ആയിട്ട്, അതാണ് നമ്മളിവിടെ കാണിച്ചത്. ഫ്രണ്ട് ഡോറെന്ന് മാത്രമല്ല, മുഴുവൻ ഡോറുകളും തടി കൊണ്ടാണ്, തേക്ക് കൊണ്ടാണ്. നല്ല ഫ്രണ്ട് ഡോറിൻ്റെ ഒരു ഡിസൈൻ വളരെ സിമ്പിളായിട്ട് എന്നാൽ വളരെ ക്യൂട്ടായിട്ട് നല്ല രാജകീയമായൊരു ഡിസൈൻ എന്നൊക്കെ പറയാം. കാരണം ഈ കൊടുത്തിരിക്കുന്ന ഡിസൈൻ നല്ല അടിപൊളി ഡിസൈനാണ്. അവിടുന്ന് നമ്മൾ ഡോറ് തുറന്ന് അകത്തേക്ക് കയറുകയാണ്. അകത്തേക്ക് കയറി കഴിയുമ്പോൾ വിശാലമായൊരു സ്വീകരണ മുറി, ചുറ്റുമുള്ള ജനൽപ്പാളികൾ കംപ്ലീറ്റ് തേക്കാണ്. അതുപോലെ തന്നെ നമ്മൾ അകത്തേക്ക് കയറി കഴിയുമ്പോൾ നല്ലൊരു ഡിസൈൻ വർക്കോട് കൂടിയുള്ള നല്ല ഇൻറ്റീരിയർ വർക്കുകൾ, ജിപ്സം വർക്കുകൾ, ലൈറ്റ്, ഫാൻസി ലൈറ്റ്, ഫാന് എന്ന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളോടും കൂടി. അപ്പോൾ ഇതിന് കൊടുത്തിരിക്കുന്ന ഓരോ വർക്കുകളിലും അതിൻ്റേതായൊരു തീം ഉണ്ട്. എന്നോട് ഉടമസ്ഥൻ കുറേ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. പക്ഷേ എക്സ്പ്ലെയിൻ ചെയ്തതെല്ലാം എനിക്ക് പറയാനായിട്ട് ഞാൻ ചില വീഡിയോയിലൊക്കെ പറയുന്നത് പോലെ എഴുതി വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് എനിക്ക് പറയാനായിട്ട് സാധിക്കില്ല. എല്ലാം അതിൻ്റേതായൊരു തീം. നിങ്ങൾക്ക് വീട് കാണാനായിട്ട് വരുമ്പോൾ അതിനെപ്പറ്റിയെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. അങ്ങനെയാണ് ഈ വീടിൻ്റെ ഒരു ക്രിയേഷൻ വന്നിരിക്കുക. ഇപ്പോൾ നമ്മൾ കയറിയിരിക്കുന്ന ഡൈനിങ് ഹാളിലാണ്. ഡൈനിങ് ഹാളിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഫാമിലി ലിവിങ് ഏരിയ ആയിട്ടുണ്ട്. ആ ഫാമിലി ലിവിങ് ഏരിയയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുക. ഇവിടെ നമുക്ക് ഇതുണ്ടോ, ഒരു പാർട്ടീഷൻ വർക്കൊക്കെ ആണെങ്കിലും ഏറ്റവും മനോഹരമായിട്ടുള്ള രീതിയിൽ തന്നെയാണ്. നമ്മുടെ കേരള തനിമയോടുകൂടി തന്നെ എന്നാൽ ആഡംബരങ്ങളൊട്ടും ചോർന്നു പോകാത്ത രീതിയിൽ കേരളത്തിൻ്റെ ട്രഡീഷണൽ സ്റ്റൈലിൽ തന്നെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഏറ്റവും ഗംഭീരമായിട്ടുള്ളൊരു വീട് തന്നെയാണ് ഈ കാണുന്നത്. ഇവിടെ നമുക്ക് ഇതുണ്ടോ, ഇവിടെ ജിപ്സം വർക്കുകൾ, ഇൻറ്റീരിയർ വർക്കുകളൊക്കെ ഓരോ പോയിന്റുകളായിട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ വൈറ്റ് വാമ മാത്രമാണ് ചെയ്തിരിക്കുക. ഇവിടെയാണ് നമ്മുടെ ടി വി യൂണിറ്റ് വരിക. ടി വി യൂണിറ്റിൻ്റെ വാളാണെങ്കിൽ മൊത്തം നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടും ഇൻറ്റീരിയർ വർക്കുകളാവട്ടെ പുറത്തെ വർക്കുകളാവട്ടെ എല്ലാ വർക്കുകളിലും അതിൻ്റേതായ സൂക്ഷ്മതകൾ നിലനിർത്തിക്കൊണ്ട് ഒരു പ്രത്യേക പാറ്റേണിൽ തന്നെ പണി കഴിപ്പിക്കപ്പെട്ട് മുഴുവൻ സ്വീകരണ മുറിയുടെ ഫാമിലി ലിവിങ് ഏരിയയുടെ ഒരു ടൈല് വർക്കുകളൊക്കെ നമുക്ക് കാണാം. ഇവിടെയും ചെറിയൊരു ഫ്ലവറൊക്കെ വെച്ച് ഇവിടെ കൊണ്ട് പാനലൊക്കെ ചെയ്ത് നല്ലൊരു എല്ലാ കാര്യങ്ങളിലും അതിൻ്റേതായ ഒരു ഭംഗിയും വൃത്തിയും സൂക്ഷ്മതയും നിലനിർത്തിക്കൊണ്ടുള്ള നല്ല ഒരു ഗംഭീര വീടാണ്. അപ്പോൾ ഈ വീടിൻ്റെ നമ്മൾ സ്വീകരണ മുറി കണ്ടു, അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി ലിവിങ് ഏരിയ കണ്ടു. ഇനി നമ്മൾ ഡൈനിങ് ഹാളിലേക്കാണ് ഇറങ്ങുന്നത്. ഡൈനിങ് ഹാൾ നല്ല വിശാലമായ നല്ല വലിപ്പമുള്ളൊരു ഡൈനിങ് ഹാളാണ്. അപ്പോൾ നല്ല ഡൈനിങ് ഹാളിൻ്റെ ഒരു ഡൈനിങ് ഹാളിൽ ഇറങ്ങി നിൽക്കുമ്പോൾ കിച്ചൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ ആണ്. ഒരു ഓപ്പൺ കിച്ചണാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുക. ഓരോ ചെറിയ വർക്കുകളിലുമുള്ള ഈ ബിൽഡറുടെ സൂക്ഷ്മതയാണ് ഈ കാണുന്നത്. ഇതിവിടെയാണ് വാഷ് ഏരിയ വന്നിരിക്കുക. വാഷ് ഏരിയ ആണെങ്കിലും നമുക്ക് ഡൈനിങ് ഹാളിലിരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് അരോചകവും ഉണ്ടാകാത്ത രീതിയിൽ ചെറിയൊരു അകലത്തിലാണ് വാഷ് ഏരിയ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഡൈനിങ് ഹാളുമായിട്ട് ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് തന്നെയുമാണ്. ഇതാണ് നല്ലൊരു പ്ലാൻ തയ്യാറാക്കുക എന്ന് പറയുക. നല്ലൊരു പ്ലാനിൽ കിട്ടാവുന്ന രീതിയിൽ ഏറ്റവും നല്ലൊരു പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് ഏറ്റവും വലുത് നല്ല പ്ലോട്ട് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. നല്ലൊരു പ്ലോട്ട് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അതിൽ ദർശനം നോക്കി കറക്റ്റായിട്ട് പ്ലോട്ട് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഒരു വീടിൻ്റെ ഏറ്റവും ആദ്യത്തെ ഘടകം. അത് ഇവിടെ ചെയ്തിട്ടുണ്ട്. വടക്ക് ദർശനത്തിൽ വടക്ക് കിഴക്ക് മൂലയിൽ കിണർ വരാവുന്ന രീതിയിൽ വടക്ക് ദർശനത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് തടി കൊണ്ടുള്ള ഡോറുകളൊക്കെ. നമുക്ക് ഓരോ ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളിലേക്ക് ഇനി കയറാം.
ബെഡ്റൂമുകളെല്ലാം അറ്റാച്ച്ഡാണ്. 4 ബെഡ്റൂമാണ്. 4 ബെഡ്റൂമും അറ്റാച്ച്ഡാണ്. ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുക. ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ഒരു വാള് മാത്രം വേറൊരു കളർ കൊടുത്ത് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കബോർഡ് വർക്കുകളുണ്ട് ഇവിടെ. അവിടെ കബോർഡ് വർക്കുകൾക്കകത്ത് നല്ലൊരു കബോർഡ് വർക്കുകൾ നമ്മുടെ ഒരു ബെഡ്റൂമിൽ താമസിക്കുന്ന ഒരാൾ അല്ല 2 പേരെ സംബന്ധിച്ച് അവരുടെ ഡ്രസ്സുകൾ അടുക്കി വയ്ക്കാൻ പാകത്തിന് വലിപ്പമുള്ളൊരു കബോർഡാണ്. ഇവിടെ നമ്മുടെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലുകളെല്ലാം, അതായത് ക്ലോസറ്റ്, വാഷ് ബേസിന്, അതുപോലെ പൈപ്പുകൾ, ഷവറ്, മിറർ ലാമ്പ്, അതുപോലെയുള്ള എല്ലാ സാധനങ്ങളും ഏറ്റവും ബ്രാൻഡഡ് ആയിട്ടുള്ള നിലവാരത്തിലുള്ള നല്ലൊരു വീട് തന്നെയാണ്. അവിടെ സോപ്പ് ഡിഷ് കാര്യങ്ങൾ എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഹാങ്ങർ, നമ്മുടെ ടവലൊക്കെ ഹാങ് ചെയ്ത് വെക്കാനോ മടക്കി വയ്ക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇത് ക്ലോസറ്റ് എല്ലാം സെറ പോലെയുള്ള നല്ല കമ്പനി സാധനങ്ങളാണ്. 10 വർഷം ഗ്യാരൻറ്റി ഉള്ളതാണ്. ഇവിടെ നിന്ന് നമ്മൾ ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളും അതിന് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റും കണ്ടു. എല്ലാ ബെഡ്റൂമിലും AC പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. AC കംപ്ലീറ്റ് റൂഫ് വർക്ക് ചെയ്ത വീടുകൾക്കൊന്നും AC അത്യാവശ്യമില്ല എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും. കാരണം കംപ്ലീറ്റ് റൂഫ് വർക്ക് ചെയ്ത വീടുകൾക്ക് വീടിനകത്ത് ചൂടില്ല, ഫാൻ ഇടേണ്ട ആവശ്യം പോലും ഇല്ല. റൂഫ് ചെയ്യാത്ത വീടുകൾ കെട്ടിടം പകലത്തെ ചൂടത്ത് പഴുക്കുകയും അത് കഴിഞ്ഞ് രാത്രിയിൽ വീടിനകത്തേക്ക് ചൂടുണ്ടാവുകയും ചെയ്യും. പക്ഷേ അല്ലെങ്കിൽ നമുക്ക് ചുറ്റും അതുപോലെ വൃക്ഷങ്ങളുള്ളതായിരിക്കണം. വൃക്ഷങ്ങളുണ്ടെങ്കിൽ വൃക്ഷങ്ങളും അപകടകാരികളാണ്. എകരോടിഞ്ഞ് വീടിൻ്റെ മേലോട്ട് വീഴാം, അതും അപകടകാരികളാണ്. അപ്പോൾ നമുക്ക് AC പോയിൻ്റ്, റൂഫ് വർക്ക് തന്നെയാണ് എല്ലാത്തിനും പരിഹാരം. എല്ലാ ബെഡ്റൂമിലും AC പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. ബെഡ്റൂമെല്ലാം 4x2 ടൈലാണ് ഇട്ടിരിക്കുക. ജനൽപ്പാളികൾ, സൗകര്യങ്ങൾ എല്ലാം ചെയ്തിട്ടുണ്ട്. ഒരു വാള് വേറൊരു ഡിസൈൻ, വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈനൊക്കെ കൊടുത്തുകൊണ്ടാണ്. ഇവിടെ ഡ്രസ്സിങ് ഏരിയയിൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഡ്രസ്സിങ് ഏരിയയിൽ നിന്ന് കയറാവുന്ന രീതിയിൽ ടോയ്ലറ്റിൻ്റെ സൗകര്യങ്ങൾ എല്ലാം എല്ലാ ടോയ്ലറ്റിലും പോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈന് എല്ലാ ടോയ്ലറ്റിലും വന്നിട്ടുണ്ട്. ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശിക്കുക നമ്മുടെ വീടിൻ്റെ മുകളിൽ സോളാർ വാട്ടർ ഹീറ്റർ സെറ്റ് ചെയ്യാം. V-ഗാർഡിൻ്റെ സോളാർ വാട്ടർ ഹീറ്റർ സെറ്റ് ചെയ്യുവാണെങ്കിൽ ഏകദേശം ഒരു 25,000-30,000 രൂപയ്ക്ക് ഇടയ്ക്കേ വരികയുള്ളൂ. 25,000-30,000 ഇടയ്ക്കാണ് തുക വരിക. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ടോയ്ലറ്റിലും കിച്ചണിലും ചൂടുവെള്ളം കിട്ടാവുന്ന രീതിയിലുള്ള മിക്സഡ് ടാപ്പുകളൊക്കെയാണ് വെച്ചിരിക്കുക. അങ്ങനെ അതുകൊണ്ട് തന്നെ നമുക്ക് വീണ്ടും ഉണ്ടാകുന്ന കറണ്ട് കാശ് നമുക്ക് കുറഞ്ഞു കിട്ടും. അതുപോലെ തന്നെ ചൂടുവെള്ളം അടുക്കളയിൽ നിന്ന് പഴയ കാലത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും, കാരണന്മാരൊക്കെ വെള്ളം തിളപ്പിച്ചെടുത്ത് ടവല് കൂട്ടിപ്പിടിച്ച് ടോയ്ലറ്റിലേക്കൊക്കെ കൊണ്ടുപോകുന്നതൊക്കെ. ആ ഒരു രീതിയിൽ നിന്ന് നമുക്ക് ഒഴിവാകാം. അങ്ങനെ ചൂടുവെള്ളത്തിൻ്റെ ലൈൻ എല്ലാ ടോയ്ലറ്റിലും കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞു വന്നത്. ഇത് മൂന്നാമത്തെ ബെഡ്റൂമാണ്. അറ്റാച്ച്ഡ് ആയിട്ടുള്ള മൂന്നാമത്തെ ബെഡ്റൂം. പാലാ ടൗണുമായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് ഒരു 3.5 കിലോമീറ്റർ ദൂരമാണ് ഈ വീടിനുള്ളത്. പാലാ പൊൻകുന്നം റൂട്ടിലാണ് ഈ വീട് ലൊക്കേറ്റ് ചെയ്യപ്പെടുന്നത്. ഹൈവേയിൽ നിന്നും വെറും 200 മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറിയാൽ മതി. അതുപോലെ തന്നെ പള്ളി, സ്കൂള്, അമ്പലം, കടകൾ എല്ലാം തൊട്ടടുത്ത് തന്നെ കിട്ടാവുന്ന രീതിയിൽ ഏറ്റവും നല്ല നിയറസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും നല്ലൊരു പ്രൈം ലൊക്കേഷനിൽ തന്നെയാണ് ഈ വീട് ലൊക്കേറ്റ് ചെയ്യപ്പെട്ടിരിക്കുക. അപ്പോൾ പ്രൈം ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെയൊക്കെ പ്രോപ്പർട്ടി വാല്യുവേഷൻ അല്ലെങ്കിൽ പ്രോപ്പർട്ടിക്ക് സ്ഥലത്തിന് വില കൂടും എന്ന് നമുക്കറിയാം. അങ്ങനെ പ്രോപ്പർട്ടിക്ക് വില കൂടുതലുള്ള നല്ലൊരു ലൊക്കേഷൻ തന്നെയാണ്. വെള്ളപ്പൊക്ക ഭീഷണികൾ ഒട്ടുമില്ല. ഇതുവരെയും വെള്ളപ്പൊക്കത്തിനെപ്പറ്റി ചിന്തിക്കേണ്ടതായിട്ട് പോലും ഈ പ്രദേശത്ത് താമസിക്കുന്നവർക്ക് വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പറയേണ്ടി വരിക. വെള്ളപ്പൊക്കം കാണണമെങ്കിൽ നമുക്ക് മീനച്ചലാറിൻ്റെ കരയിലേക്ക് പോകാമെന്ന് പറയുന്നവരാണ് ഇവിടെയുള്ളവർ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ലീഗലി എല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. ലോൺ വേണ്ടവർക്ക് ലോണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബാങ്കുകളിൽ നിന്നും അറേഞ്ച് ചെയ്യാം. ഇനി മറ്റ് ബാങ്കുകളുമായിട്ട് വലിയ റിലേഷനൊന്നും ഇല്ലാത്തവരാണെങ്കിൽ മീനച്ചൽ ഹോംസ് നിങ്ങൾക്ക് വേണ്ടി ലോണ് അറേഞ്ച് ചെയ്ത് തരുന്നതാണ്.
അതുപോലെ തന്നെ വാസ്തുപരമായിട്ട് നോക്കി ചെയ്തിരിക്കുന്ന വീടാണ്. വടക്ക് ദർശനത്തിലാണ് ഈ വീട് ചെയ്തിരിക്കുക. കിഴക്കോട്ടും വടക്കോട്ടും ഇറങ്ങാവുന്ന രീതിയിലാണ്. കിഴക്കോട്ട് ദർശനത്തിൽ നിന്ന് തീ കത്തിക്കാവുന്ന രീതിയിൽ അടുപ്പൊക്കെ ചെയ്തിരിക്കുന്നത് നമുക്ക് ഇനി മുന്നോട്ട് വീഡിയോകൾ പോകുമ്പോൾ കാണാം. കോട്ടയത്തേക്ക് ജോലിക്ക് പോകേണ്ടവരായിക്കോട്ടെ, അല്ലെങ്കിൽ പൊൻകുന്നം, കാഞ്ഞിരപ്പള്ളി, എരുമേലി ഭാഗത്തേക്ക് പോകാനായിക്കോട്ടെ, പാലാ, തൊടുപുഴ ഭാഗത്തേക്ക്, അല്ലെങ്കിൽ ഈരാറ്റുപേട്ട, വാഗമണ്ണ്, ഹൈറേഞ്ച് മേഖലകളിലേക്ക്, അതുപോലെ തന്നെ ആലപ്പുഴ, കുട്ടനാട് മേഖലകളിലേക്കൊക്കെ പോകേണ്ടവരായിക്കോട്ടെ, പത്തനംതിട്ട ഭാഗത്തേക്ക് പോകേണ്ടവരായിക്കോട്ടെ, എല്ലാവർക്കും വേഗം എത്തിച്ചേരാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് ഈ പ്രദേശം എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് വീണ്ടും നമ്മൾ 3 ബെഡ്റൂം കണ്ടു. 4ാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു ചെറിയ പാസേജിനകത്ത് വന്നിരിക്കുന്ന ഒരു ഡിസൈൻ വർക്കാണിത്. വാൾ ടൈലൊക്കെ ഒട്ടിച്ച് ഏറ്റവും ഗംഭീരമാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവസങ്ങൾ ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇല്ലെങ്കിൽ ഇത്രയും ഭംഗിയാവില്ല എന്നുള്ളത് തന്നെയാണ്. ദിവസങ്ങൾ ആലോചിച്ച് ചെയ്താൽ മാത്രമേ ഈ വീടൊക്കെ ഇതുപോലെ ഭംഗിയാക്കി എടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മൾ 4ാമത്തെ ബെഡ്റൂം ഓരോ കളറും കൊടുക്കുമ്പോൾ ഇതുപോലെ കളർ കൊടുക്കുമ്പോൾ തന്നെ നമുക്കത് ആലോചിച്ച് ചെയ്തില്ലെങ്കിൽ ആ കളർ ചിലപ്പോൾ അരോചകമായി പോയേക്കാം. അതാണ് ദിവസങ്ങളുടെ പ്രയത്നങ്ങൾ കൊണ്ടാണ് ഓരോ ഡിസൈനും ഓപ്പറേറ്റ് ചെയ്യുന്നത്. അത് ബിൽഡറുടെ ഒരു വലിയൊരു കഴിവ് തന്നെയാണ് എന്ന് തന്നെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ അതുപോലെയാണ് ഓരോ കാര്യങ്ങളിലും ഫൗണ്ടേഷൻ ഇട്ടപ്പോൾ മുതൽ ഉള്ള ഓരോ കാര്യങ്ങളിലും അതിൻ്റെ സൂക്ഷ്മത നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുക. അത് പ്ലാൻ വരയ്ക്കുന്ന സമയം മുതൽ അതിൻ്റെ സൂക്ഷ്മത നിലനിർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ വീട് കാണുമ്പോൾ തോന്നുക. അപ്പോൾ 1 കോടി രൂപ ചോദിക്കുന്നു. നെഗോഷ്യബിളായിട്ടുള്ള പ്രൈസാണ്. ബാത്റൂമിലൊക്കെ കൊടുത്തിരിക്കുന്ന ടൈല് വർക്കുകളൊക്കെ നല്ല ഒരു ഡിസൈനാണ്. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ ഒരു ടൈല് വർക്കായിക്കോട്ടെ, അത് അല്ലെങ്കിൽ എന്ത് വർക്കും ആയിക്കോട്ടെ, അത് പണിക്കാരെ കാശ് മുടക്കി നിർത്തിയാൽ മാത്രം പോരാ, അപ്പം നല്ലപോലെ ചെയ്യാൻ കഴിവുള്ള ആൾക്കാർ വേണം. അതുപോലെ ഉടമസ്ഥൻ്റെ കണ്ണെപ്പോഴും അവിടെ ചെല്ലണം. കാരണം ചെയ്യുന്ന വർക്കുകളിൽ ഓരോ സൂക്ഷ്മതയും അങ്ങനെ ഉള്ള ഓരോ കാര്യങ്ങളും സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന നല്ല അടിപൊളി വർക്കുകളാണ് ഇവിടെ ചെയ്യുക. അപ്പോൾ 4 ബെഡ്റൂമും നമ്മൾ കണ്ടു. എല്ലാം ഒരു വൈറ്റ് ഫീലിംഗ് വരുന്ന രീതിയിലുള്ള, എന്നാൽ തനി വൈറ്റ് അല്ല. വീഡിയോയിൽ കാണുമ്പോൾ തനി വൈറ്റായിട്ട് തന്നെ തോന്നിയേക്കാം, പക്ഷെ തനി വൈറ്റ് അല്ല, ടൈല് കൊടുത്തിരിക്കുക. അപ്പോൾ 4 ബെഡ്റൂമും നമ്മൾ കണ്ടു. ഇനി ഈ വീടിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേഖല ഏതാണ് എന്ന് നിങ്ങൾക്കറിയാം. അത് ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല, കിച്ചനാണ്. 3 ഫേസാണ് വയറിങ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കിച്ചൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് ഇനി നമ്മൾ കയറേണ്ടത്. ഒരു അമാസിങ് കിച്ചൺ എന്നുള്ളത് തന്നെയാണ് എനിക്ക് ഈ വീടിനെ കണ്ടപ്പോൾ തോന്നിയത്. കിച്ചൻ്റെ ഫ്രണ്ടിലുള്ള ആ ഒരു ടൈല് വർക്ക്, ഏറ്റവും നല്ല ടൈല് വർക്ക്. അതുപോലെ തന്നെ ഒരു ഹാങ്ങിങ് ലൈറ്റുകൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയൊരു മിനി പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. എങ്കിലും ഓപ്പൺ കിച്ചനാണ്. കിച്ചൺ വളരെ വലിയ കിച്ചനാണ്. നല്ല സ്പേഷ്യസ് ആയിരിക്കണം. ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യൻ ഉപയോഗിക്കുന്ന മേഖല ഒരു വീടിനെ സംബന്ധിച്ച് ബെഡ്റൂമുകളല്ല എന്ന് തന്നെയാണ് ഞാൻ പറയുക. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഹോള്, ഡൈനിങ്, കിച്ചണ്. ഇത്രയും ഭാഗമാണ് ഒരു വീട്ടിൽ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുക. രാവിലെ ഒരു 6 മണിക്കോ 7 മണിക്കോ ഒക്കെ എഴുന്നേറ്റ് ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കുളിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കായിരിക്കും, ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊക്കെ ആയിരിക്കും പിന്നെ ബെഡ്റൂമിൽ കയറുക. അതല്ലാതെ ബാക്കി ഫുഡ് ഉണ്ടാക്കാൻ, ഫുഡ് കഴിക്കാൻ, അതുപോലെ തന്നെ നമ്മൾ ഫാമിലി ആയിട്ടിരുന്ന് വർത്തമാനം പറയാൻ, TV കാണുവാനായിട്ട്, അല്ലെങ്കിൽ മൊബൈലുമായിട്ടാണെങ്കിലും പഠിക്കുന്ന സമയത്താണെങ്കിലും വർക്ക് ചെയ്യാനൊക്കെ ആണെങ്കിലും, വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്നവരാണെങ്കിലും, അല്ലെങ്കിൽ ടീച്ചേഴ്സൊക്കെ ആണെങ്കിലും പേപ്പർ നോക്കാനൊക്കെ ആണെങ്കിലും, ഇതെല്ലാം നമ്മൾ ഹോളിലാണ് ഏറ്റവും കൂടുതൽ ആവശ്യങ്ങൾ. ഹോളിലും ഡൈനിങ്ങിലും കിച്ചണിലുമാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗപ്പെടുത്തുക. അതാണ് കിച്ചണിനകത്ത് ഏറ്റവും നല്ല വലിപ്പം വേണം എന്ന് നമ്മൾ പറയുക. ഗംഭീരമായിട്ടുള്ളൊരു മോഡുലാർ കിച്ചൺ പോലെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന നല്ലൊരു ഗംഭീരമായിട്ടുള്ളൊരു കിച്ചൺ തന്നെയാണ്. അവിടെ ഇലക്ട്രിക് ചിമ്മിനി, സ്റ്റൗവ് എന്ന് വേണ്ടുന്ന എല്ലാ സംഭവങ്ങളും ചെയ്തിട്ടുണ്ട്. ഇനിയും നമ്മളിതുണ്ട് നമ്മുടെ സ്പൂണൊക്കെ തൂക്കിയിടുവാനായിട്ട്. ഇതൊക്കെ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണെന്നാണ് പറഞ്ഞത്. ഇതൊക്കെ ഞാൻ നാട്ടിൽ കണ്ടിട്ടില്ല, അതുകൊണ്ട് ഞാൻ ചോദിച്ചത് എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിച്ചപ്പോൾ
ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. അതുപോലെ തന്നെ ഇതുണ്ട് ഫാബറിൻ്റെ ആണ്. കേരളത്തിൽ കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ നല്ല സ്റ്റൗവും ഏറ്റവും നല്ല ചിമ്മിനിയും കമ്പനിയാണ്. ചിമ്മിനിയുടെ സ്റ്റൗവിൻ്റെയും കമ്പനിയാണ് ഇവിടെ ചെയ്തിരിക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ കിച്ചൺ കണ്ടു, വർക്ക് ഏരിയ. ഇത് സെമി പാർട്ടീഷനാണ് ചെയ്തിരിക്കുക. ഇവിടെ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് അടുപ്പ് കത്തിക്കാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കിഴക്ക് ആയിട്ട് തിരിഞ്ഞു നിന്ന് അടുപ്പ് കത്തിക്കാവുന്ന രീതിയിൽ. അപ്പോൾ നമ്മൾ ഏകദേശ ദൃശ്യങ്ങൾ കണ്ടു. ഇനി ഡൈനിങ് ഹോൾ വഴി ഇറങ്ങി നമ്മുടെ വീഡിയോ നമ്മൾ വൈൻഡ് ഔട്ട് ചെയ്യുകയാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ വീട് നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹം തോന്നുന്നവർക്ക് എത്രയും പെട്ടെന്ന് മീനച്ചിൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക്, നമ്മുടെ വീഡിയോയോടൊപ്പം ചേർക്കുന്ന ഈ ഫോൺ നമ്പറിലേക്ക് കൊണ്ട് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് ഈ വീടും സ്ഥലവും വന്ന് കാണാം. നേരിൽ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടമാകും, അത് ഉറപ്പ്. നിങ്ങളുടെ സമയം ഒരിക്കലും വേസ്റ്റ് ആകില്ല എന്ന് ഞാൻ ഉറപ്പ് പറയുക. കാരണം നമ്മൾ വീടും സ്ഥലവും നിങ്ങൾക്ക് ഇഷ്ടമാകും. അത് നിങ്ങൾ ഈ വീട് കാണുവാനായിട്ട് ചിലവാക്കുന്ന സമയം നിങ്ങൾക്ക് ഒരിക്കലും വേസ്റ്റ് ആകില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീടും സ്ഥലവും സ്വന്തമാക്കുവാനായിട്ട് എത്രയും പെട്ടെന്ന് വിളിക്കുക, നേരിൽ വന്ന് കാണുക. നേരിൽ വന്ന് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി ഇഷ്ടമായാൽ നമുക്ക് വില നെഗോഷിയേറ്റ് ചെയ്യാം, അഡ്വാൻസ് കൊടുക്കാം, എഗ്രിമെൻറ്റ് ചെയ്യാം. നമുക്ക് ലോൺ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അറേഞ്ച് ചെയ്ത് തരാം. അപ്പോൾ അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ ഡൈനിങ് ഹോൾ വഴി, നമ്മുടെ സ്വീകരണ മുറി വഴി, ഗസ്റ്റ് ലിവിങ് ഏരിയ വഴി നമ്മൾ വീഡിയോ വൈൻഡ് ഔട്ട് ചെയ്യുകയാണ്. പുറത്തേക്ക് ഇറങ്ങി നല്ല ശാന്തസുന്ദരമായിട്ട് ഫാമിലിയായിട്ട് ജീവിക്കാൻ പറ്റുന്ന അടിപൊളി മേഖല, അടിപൊളി സെറ്റപ്പ്. അതാണ് ഈ വീട്. ഏറ്റവും നല്ല ഒരു വീട് നിങ്ങൾക്ക് ആക്കാനായിട്ടുള്ള ഭാഗ്യം, ഈ വീട് സ്വന്തമാക്കാനായിട്ടുള്ള ഭാഗ്യം നിങ്ങൾക്കാവട്ടെ. അപ്പോൾ നമുക്ക് നാളെ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.